നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പാർട്ടിക്കകത്തൊരു പരിവർത്തനം നടക്കുന്ന കാലമാണ്. ഇത് പഴയതുപോലെ പോകേണ്ട ഒരു പാർട്ടിയല്ല. നമ്മൾ പശ്ചിമ ബംഗാളാകാൻ ആഗ്രഹിക്കുന്നില്ല. പശ്ചിമ ബംഗാളിൽ സംഭവിച്ചത് എന്താ? പശ്ചിമ ബംഗാളിൽ സംഭവിച്ചത് 30-35 വർഷക്കാലം ഒരേ ആൾ തന്നെ എംപിയും MLAയും ഒക്കെ ആയിട്ട് തുടരുക, 80, 85, 90 വയസ്സ് വരെ പാർട്ടിയുടെ വിവിധ തലങ്ങളിലെ നേതൃത്വത്തിൽ തുടരുക, പുതിയ രക്തത്തിന് കടന്നു വരുന്നതിന് വേണ്ടിയിട്ടുള്ള വഴി അടഞ്ഞു പോവുക, ഇതെല്ലാം പശ്ചിമ ബംഗാളിലെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. അതുകൊണ്ട് 75 വയസ്സ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു പ്രായപരിധി നമ്മുടെ പാർട്ടി നിശ്ചയിച്ചത്. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ 75 വയസ്സെന്ന പ്രായപരിധി നിശ്ചയിച്ചത് കൊണ്ടാണ് 17 പുതിയ ആളുകൾ എടുക്കാൻ പറ്റിയത്. ഇല്ലെങ്കിൽ എടുക്കാൻ പറ്റില്ല, 1-2 പേര് ചുരുങ്ങും. 75 വയസ്സെന്ന് പറഞ്ഞാൽ പ്രായപരിധി വന്നപ്പോൾ പറ്റി? ഏതാണ്ട് 10ഓളം വരുന്ന ആളുകൾക്ക് മാറി നിൽക്കേണ്ടി വന്നു. അങ്ങനെ മാറി നിൽക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? പുതിയ ആളുകളെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ നാളെ കേന്ദ്ര കമ്മിറ്റി വരുമ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ പുതിയ ആളുകൾ വരും. ചിലപ്പോൾ 40-50 വയസ്സ് പ്രായമുള്ള ആളുകൾ വരും. അങ്ങനെയുള്ള ആളുകൾ കൂടെ വന്നാൽ മാത്രമേ പഴമയും പുതുമയും തമ്മിലുള്ള യോജിപ്പിലൂടെ മാത്രമേ, അങ്ങനെ യോജിച്ച് വരുന്നതിലൂടെ മാത്രമേ നമ്മുടെ പാർട്ടി കൂടുതൽ ശക്തിയായിട്ട് മുന്നോട്ട് പോവുള്ളൂ. ആ കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് എന്നേക്കാൾ ജൂനിയറായിട്ടുള്ള, എന്നേക്കാൾ പ്രായം കുറഞ്ഞ, എന്നേക്കാൾ സംഘടനാപരമായിട്ടുള്ള കാലപരിധി ഇല്ലാത്ത, ഞാൻ പറഞ്ഞില്ലേ 48 വർഷത്തെ കാര്യം പറഞ്ഞു, 48 വയസ്സ് പ്രായമില്ലാത്ത ആളുകൾ തന്നെ ഉയർന്ന കമ്മിറ്റികളിൽ വന്നിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ട് അങ്ങനെ വരണമെന്നാണ് ഞാനടക്കം ആഗ്രഹിക്കുന്നത്. ഞാൻ ഇപ്പം തന്നെ ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറായിരുന്നു. ഞാൻ മാനസികമായിട്ട് തന്നെ, കാര്യം എന്ന് വെച്ചാൽ പുതിയ തലമുറ വരണം, പുതിയ ആളുകൾ വരണം. ഞാൻ തന്നെ അവിടെ കയറി തടഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ പാർട്ടിക്ക് മുന്നോട്ട് ഒരു യാത്രയുണ്ടോ? അത് ഞങ്ങളുടെ പാർട്ടിയെ ബാധിച്ച ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇങ്ങനെ 75, 80, 85 വയസ്സ് വരെ, ഏതാണ്ട് മരിക്കുന്നത് വരെ തന്നെ പാർട്ടി നേതൃത്വത്തിൽ തുടരുന്നതായിട്ടുള്ള ഒരു അവസ്ഥ, അത് മനസ്സിലാക്കി തന്നെയാണ് പാർട്ടി 75 വയസ്സെന്ന് പറഞ്ഞ പ്രായപരിധി വെച്ചത്. ആ പ്രായപരിധി യഥാർത്ഥത്തിൽ പുതിയ തലമുറയ്ക്ക് വരുന്ന സൗകര്യമാണ്. അതുകൊണ്ട് എനിക്ക് 48 വർഷത്തെ പാരമ്പര്യമുണ്ട്. അതുകൊണ്ട് ആ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പാർട്ടിക്കകത്ത് സ്ഥാനക്കയറ്റം നൽകണമെന്ന് ഞാനും പറയില്ല, ആരും പറയാൻ പാടില്ല എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. ഇല്ല, ഞാൻ അറിയിച്ചില്ല. ഒഴിയാൻ എന്ന് മാനസികമായി ഞാൻ തയ്യാറാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, പുതിയ ആളുകൾ വരണമെന്നുള്ള മനോഭാവം എനിക്കുള്ളത് കൊണ്ടാണ്. പുതിയ ആളുകൾ വരണം, ചെറുപ്പക്കാർ ധാരാളമായിട്ട് വരണം.